ഇന്ന് ആമസോണിൽ നിന്നും ഒരു പ്രോഡക്റ്റ് ഡെലിവർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അവസാനം ഞാൻ ഒരെണ്ണം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് കാണിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ആ പ്രോഡക്റ്റ് കേട്ടോ. ഇത് സാമാന്യം വലിയൊരു പാക്കായിരുന്നു, അതേപോലെ തന്നെ നല്ല ഹെവിയും ആയിരുന്നു. എടുക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊരു സോളാർ പാനലാണ്, അതായത് ഒരു ചെറിയ ഫെൻസ് പോലെ ഇരിക്കും. ഇപ്പം നമുക്ക് ബേർഡ് ഒക്കെ വീട്ടിൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ കൂടൊക്കെ വെക്കുമ്പോൾ അതൊക്കെ തടയാൻ വേണ്ടി നമ്മളൊരു നെറ്റ് പോലെ അടിക്കില്ലേ, അത് തന്നെയാണ് സംഭവം കേട്ടോ. പിന്നെ ഇത് ഒരു പിന്നെ റെസ്റ്റ് പ്രൂഫും കൂടിയാണ്. കുറച്ച് മെറ്റലിൻ്റെ ആണ്, റെസ്റ്റ് പ്രൂഫും ആണ്, അതുകൊണ്ട് തുരുമ്പെടുക്കത്തില്ല. പിന്നെ ഇതിൽ ഒരു ചെറിയൊരു വൈനൽ കോട്ടിങ്ങും കൂടെ ഇതിൽ ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം കണ്ട. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് 10x150 ഫീറ്റ് ആണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയും വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ഒരു പാക്ക് വാങ്ങിച്ചത്. ഇതിന് $145 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഹെവി ആവാൻ കാരണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതേ കണക്ക് ഇത് നെയിൽ ചെയ്യാനുള്ള സാധനങ്ങളും കൂടെ അവർ വെച്ചേക്കും കേട്ടോ. ഇത് കുറച്ച് നെയിലും ഒരു പ്ലെയറും കൂടെ ഉണ്ട്. പ്ലെയർ നമുക്ക് കട്ട് ചെയ്യാനും പിന്നെ ഈ ആണി ഇങ്ങനെ സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്കും അതിന് സപ്പോർട്ടായിട്ടുള്ള സാധനമൊക്കെയാണ്. ഇതാണ് കേട്ടോ ഒരു നെയിൽ പോലത്തെ. അപ്പം ഞങ്ങൾ ഇതല്ല ഉപയോഗിച്ച സാധാ നെയിലാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബേർഡൊക്കെ കയറാതിരിക്കണമെങ്കിൽ ഇതേപോലെ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് ഫെൻസിൻ്റെ ഡോറിലും ഫെൻസിൻ്റെ അടിയിലും വെക്കാൻ വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൃഷി മൊത്തം റാബിറ്റ് വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് അയൽപ്പക്കത്തെയും കൂടെ കഴിച്ചു. പിന്നെ അവരുടെ പരാതിയും കൂടെ കേൾക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്തത്. അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യാം, വലിയ അത്ര പ്രയാസമൊന്നുമില്ല, ഈസി ആയിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഡോറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പോൾ എലി ആവട്ടെ അണ്ണാനാവട്ടെ ഒന്നും കയറത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കും.